വയനാട് മേപ്പാടിയിൽ നെടുമ്പാല 3-ാം നമ്പർ എസ്റ്റേറ്റിലെ കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പുലിയെ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആഷിഖ് റഹ്മാനാണ് അവിടെ നിന്നും ചേരുന്നത്. ആഷിഖ് റഹ്മാൻ, അവിടേക്ക് മയക്കുവെടി വെക്കാനായിട്ടുള്ള സംഘം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവിടെ ആ നടപടികളൊക്കെ പുരോഗമിക്കുന്നത്? വെച്ച് അവിടെ നിന്ന് മാറ്റാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ പുലിയുടെ അടുത്തേക്ക് ഏകദേശം അടുത്തായി തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ മയക്കുവെടി വെക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം ഈ പുലി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാല് മാത്രമാണ് ഈ ഒരു കമ്പിവേലിയിൽ കുടുങ്ങിയത്. അതുകൊണ്ട് തന്നെ ആരെയും അടുത്തേക്ക് അടുപ്പിക്കുന്നില്ല. പക്ഷേ ഏകദേശം അതിന് ചുറ്റും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാവിലെയോടെയാണ് ഈ പുലി കുടുങ്ങിയത്. ഏകദേശം വലിയ പ്രായമില്ലാത്ത പുലി ആയതിനാൽ തന്നെ ഏത് ഘട്ടത്തിലും ഇതിന്റെ ഈ ഒരു കമ്പിവേലി അറ്റിച്ചുകൊണ്ട് പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലവിൽ അവരേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ കൃത്യമായി വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിട്ട് ഡോക്ടർ അടക്കം വെടിവെക്കാനുള്ള മയക്കുവെടി വെക്കാനുള്ള ഡോക്ടർ അടക്കം അവിടേക്ക് എത്തിക്കൊണ്ട് ഈ ഒരു നടപടി നേതൃത്വം നൽകുന്നുണ്ട്. ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. ആ പുലിയുടെ അടുത്തായിട്ട് അവർ കൃത്യമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒരു മരത്തിന് പുറകിലായിട്ടായിരുന്നു ഈ ഒരു പുലി കുടുങ്ങിയത്. അതിന്റെ പുറകെയായിട്ടുള്ള ഒരു കമ്പിവേലിയിലാണ് ഈ ഒരു പുലി കുടുങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ മരത്തിനടുത്തേക്ക് ആരെയും പ്രവേശിപ്പിച്ചിരുന്നില്ല. നിലവിൽ RRT സംഘം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം അവിടേക്ക് എത്തി അതിന് നേതൃത്വം വഹിക്കുകയാണ്. നേരത്തെ തന്നെ വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും അവിടേക്ക് എത്തി ഈ ഒരു രക്ഷാപ്രവർത്തനം ഈ പുലിയെ രക്ഷിക്കാനുള്ള ഒരു സാധ്യതയും തേടിയിരുന്നു. ഇതിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കേണ്ടത് പ്രധാനമാണ്. പ്രത്യേകിച്ച് മയക്കുവെടി വെക്കുന്നതിന് മുൻപ് ഇതിന്റെ ആരോഗ്യസ്ഥിതി, അതിന് ഒരുപക്ഷെ ഈ മയക്കുവെടി താങ്ങാനുള്ള ശേഷിയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വനംവകുപ്പിന്റെ ഡോക്ടർ വന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ വെടിവെക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് ഇന്നലെ ഡോക്ടർ അല്പസമയം മുമ്പ് എത്തി ഇതിനെ പരിശോധിച്ച ആരോഗ്യസ്ഥിതി കുഴപ്പമില്ല എന്ന ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ചെറുപ്രായമുള്ള ഒരു പുലിയാണ്. അതുകൊണ്ട് തന്നെ ഈ പുലിയെ നിലവിൽ മയക്കുവെടി വെച്ച് അവിടെ നിന്ന് മാറ്റാൻ തീരുമാനമായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ മയക്കുവെടി വെക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉദ്യോഗസ്ഥരെല്ലാം സജ്ജമാണ്. മയക്കുവെടി വെക്കാനുള്ള തോക്ക് റെഡിയാണ്. ഉദ്യോഗസ്ഥർ ഷീൽഡുമായി തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ പുലി ഈ ഒരു കമ്പിവേലിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഉദ്യോഗസ്ഥർക്ക് നേരെ തന്നെ ചാടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഷീൽഡുമായിട്ടാണ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നത്. മയക്കുവെടി വെക്കാനുള്ള തോക്കുമായി ഉദ്യോഗസ്ഥരും തയ്യാറായിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു പുലിയെ മയക്കുവെടി വെക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഈ ഒരു മേഖല, പ്രത്യേകിച്ച് ഹാരിസൺ മലയാളത്തിന്റെ ഭൂമിയാണ് ഈ നെടുമ്പാലയിൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ച ഒരു ഭൂമി കൂടിയാണ്. ഇവിടെയാണ് ഈ ഒരു പുലിയുടെ സാന്നിധ്യം. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം സ്ഥിരമായി പുലിയുടെ ഈ ഒരു സാന്നിധ്യം ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നു. അതിന്റെ പിന്നാലെയാണ് ഇന്ന് ഈ ഒരു തോട്ടത്തിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിരവധി തൊഴിലാളികൾ ഇവിടെ ജോലിയെടുക്കുന്നതാണ്. 110ഓളം തൊഴിലാളികൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ തരത്തിൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം, അതിന് സമീപത്തായി വീടുകൾ നിൽക്കുന്ന ഒരു സ്ഥലം, അവിടെയാണ് ഈ ഒരു പുലി കുടുങ്ങുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല സമയങ്ങളിലും ഈ പുലിയെ കണ്ടതായി നാട്ടുകാർ തന്നെ മാധ്യമങ്ങളോടായി പറഞ്ഞിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് രാവിലെയോടുകൂടി ഈ ഒരു പുലി ഇങ്ങനെ ഒരു കമ്പിവേലിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് നോർത്ത് DFO അജിത് കെ രാമൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ, നീല ഡ്രസ് ഇട്ട് കാണുന്നത് അജിത് കെ രാമനാണ്. വയനാട് നോർത്ത് DFO ആണ്. അദ്ദേഹം അടക്കം എത്തിക്കൊണ്ടാണ് ഈ ഒരു പുലിയെ രക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിന് നേതൃത്വം നൽകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതിൽ തന്നെ മയക്കുവെടി വെക്കുക എന്നുള്ളതാണ് ഇതിനെ പിടികൂടാനുള്ള ഏറ്റവും ഒരു ഉചിതമായ മാർഗം. ഏതെങ്കിലും തരത്തിൽ കൂട് കൊണ്ടുവന്നോ മറ്റു മാർഗങ്ങളിലോ നിലവിൽ ഇതിനെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നിലയിൽ വിജയിക്കില്ല. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെച്ചുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതം. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നതും ഇതൊരു ചെറിയ പ്രായമുള്ള ഒരു പുലിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയാൽ ഈ കമ്പിവേലി തന്നെ പൊട്ടിച്ച് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അത് അവിടെ നിൽക്കുന്ന ചെറിയ ആളുകളും അവിടെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളുടെ ജീവനും ഒരു അപകടത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയേക്കും. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജീവനും ഒരുപക്ഷെ അപകടത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കുക അത് തന്നെയാണ് വനംവകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചത്. ഡോക്ടർ വന്ന് പരിശോധിച്ചു. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇനിയിപ്പോൾ മയക്കുവെടി വെക്കുക എന്നൊരു ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടക്കുകയാണ്. പല ഘടകങ്ങളും
വനംവകുപ്പിന് ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട്. പ്രധാനമായും തോട്ടം മേഖലയായതിനാൽ തന്നെ വിശാലമായ സ്ഥലമാണ്. പുലിക്ക് എവിടേക്കും ഓടി രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും നിരീക്ഷിച്ച ശേഷം അവിടെയുള്ള തടസ്സങ്ങളെല്ലാം മാറ്റുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നതാണ്. ഈ മരം, അതിന് സമീപത്തായി ഉയർന്നു നിൽക്കുന്ന മരത്തിന്റെ ശിഖരങ്ങളെല്ലാം വെട്ടി നിൽക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം ഈ പുലിയുടെ അടുത്തേക്ക് വനപാലകർക്ക് കൃത്യമായി വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അടുത്തേക്ക് എത്തേണ്ടതുണ്ട്. അതിനുള്ള തടസ്സങ്ങളെല്ലാം നീക്കേണ്ടതുണ്ട്. പുലി ഏതെങ്കിലും ഇതിൽ രക്ഷപ്പെടുകയാണെങ്കിൽ അത് എവിടേക്കെല്ലാം പോകുമെന്നുള്ള കാര്യം നോക്കേണ്ടതുണ്ട്. അവിടെയെല്ലാം വീടുകളോ മറ്റു കാര്യങ്ങളോ ഒന്ന് നോക്കേണ്ടതുണ്ട്. നാട്ടുകാർ ഒരുപക്ഷെ ഇതൊരു തോട്ടം മേഖല ആയതിനാൽ തന്നെ പല സ്ഥലങ്ങളിലൂടെ ആളുകൾക്ക് ഇവിടേക്ക് എത്താവുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ആളുകളെ അവിടേക്ക് എത്താതിരിക്കാനുള്ള ഒരു ശ്രമം നടത്തേണ്ടത്. ഇങ്ങനെ വലിയ തരത്തിൽ വയനാട് മേപ്പാടിയിൽ നെടുമ്പാല 3-ാം നമ്പർ എസ്റ്റേറ്റിലെ കമ്പിവേലിയിലാണ് പുലി കുടുങ്ങിയത്. കുടുങ്ങിയ പുലിയെ രക്ഷിക്കാനുള്ള ശ്രമം അവിടെ പുരോഗമിക്കുകയാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പുലിയെ മയക്കുവെടി വെക്കാനാണ് തീരുമാനം.